ഹായ് എവ്രിവൺ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ദുബായിലെ ഗ്ലോബൽ വില്ലേജിലേക്കാണ്. തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ നമുക്കായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതല്ലേ? മാത്രമല്ല, ലോകം മുഴുവൻ ഒരിടത്തിൽ കാണാൻ പറ്റുന്നൊരു സ്ഥലത്തേക്കാണെങ്കിൽ അത് വേറെ ഫീലിംഗ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി യൂണിയൻ ബസ് സ്റ്റേഷനിലേക്കാണ് നേരെ പോയത്. ഒരുപാട് ആളുകൾ ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഓരോ ബസ്സും ഫില്ലാകുന്നതനുസരിച്ച് അവർ കയറ്റി വിടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവർ ഓർത്ത് വെക്കുക, ബസ് നമ്പർ 103. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. അറൗണ്ട് 1 hour ജേർണി ഉണ്ടായിരുന്നു ഫ്രം യൂണിയൻ ബസ് സ്റ്റേഷൻ ടു ഗ്ലോബൽ വില്ലേജ്. ഫസ്റ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ വില്ലേജ് എന്താണെന്ന് പറയണ്ടേ? 90 ദേശങ്ങളുടെ സംസ്കാരങ്ങൾ, ഫുഡ്, ഷോപ്പിംഗ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഒരുമിച്ചുള്ള ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് എത്തി. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കാഴ്ചയാണിത്. നല്ല തിരക്കായിരുന്നു. നിങ്ങൾ വീക്ക് ഡേയ്സിലാണ് വരുന്നതെങ്കിൽ ഒരാൾക്ക് 25 ദിർഹവും, വീക്കെൻഡിലാണെങ്കിൽ ഒരാൾക്ക് 30 ദിർഹവുമാണ്. ഇനി നിങ്ങൾ ഇതുപോലുള്ള ഒരു കോളയുടെയോ അല്ലെങ്കിൽ പെപ്സിയുടെയോ മഞ്ഞ ക്യാപ്പ് കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എൻട്രൻസ് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻട്രൻസ് പാസ് കിട്ടി, അകത്ത് കയറി. വിവിധ ദേശക്കാർ, ഭാഷക്കാർ, അങ്ങനെ ഒരുപാട് ആളുകളെ കാണുവാനിടയായി. ആദ്യം ഞങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടെ പോകണം, എന്ത് ട്രൈ ചെയ്യണമെന്നൊക്കെ. ഇവിടെ വരുന്നത് തന്നെ ഫുഡ് ട്രൈ ചെയ്യാനാണല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യാമെന്ന്. ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് കോക്കനട്ട് മിൽക്കാണ്. അത് 45 ദിർഹമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ 45 ദിർഹം ഇത്ര ഓവർ പ്രൈസ് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈജിപ്ഷ്യൻ പവലിയനിലോട്ടാണ്. ഇവിടെ ഈച്ച് പവലിയനായി അവരുടെ കൺട്രിയുടെ കൾച്ചർ ഡിസ്പ്ലേ ചെയ്യും. ഓരോ പവലിയനിലും അവരുടെ ഡ്രസ്, ഹാൻഡിക്രാഫ്റ്റ്, പെർഫ്യൂംസ്, സ്പൈസസ് അങ്ങനെ എല്ലാം നല്ല അട്രാക്റ്റീവ് പ്രൈസിൽ തന്നെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തൂടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഓരോ പവലിയൻ മാറി വിസിറ്റ് ചെയ്തു. മൊറോക്കോ, അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഇന്ത്യയിലോട്ടായിരുന്നു. അവിടെ കയറിയപ്പം നമ്മളുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാമൊക്കെ കണ്ടു. കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടത്തിൽ വെച്ച് നല്ല ക്രൗഡ് ഇന്ത്യൻ പവലിയനിൽ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ചൈനയിലോട്ട് പോയി. ചൈനയിലും ഇതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ പോയത് ബോസ്നിയൻ ഹൗസിലാണ്. ഇവിടെ ഞങ്ങൾ എന്താണ് ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ്നിയൻ പ്ലസ് കവിക്കയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് 42 ദിർഹമായിരുന്നു. പക്ഷേ അതിന് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അത് കിട്ടിയത്. ഞങ്ങൾ ട്രൈ ചെയ്ത ഫുഡിലൊക്കെ വെച്ച് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. പിന്നെ ഞങ്ങൾ നടന്ന് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ കണ്ടു. ഒരുപാട് ഇഷ്ടമായി. ആളുകളെല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങളവിടെ നിന്നു. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഓവർലോഡ് മിസോ ആണ്. ഏകദേശം 1 hour വെയിറ്റിങ്ങിന് ശേഷമാണ് ഞങ്ങൾക്കത് കിട്ടിയത്. ഇതിന് 40 ദിർഹമായിരുന്നു. അപ്പോൾ 40 ദിർഹത്തിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഐ വുഡ് സേ നോ. അങ്ങനെ ഞങ്ങൾ 3 ഐറ്റമാണ് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷോർട്ട് എക്സ്പീരിയൻസ്. ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.